ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് പൊറ്റയിലാണ്. അപ്പോൾ പൊറ്റയിലുള്ള ഈ കാണുന്ന ഒരു 2 നില വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് 4,600 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആണ് നമുക്ക് വീട് വരുന്നത്. അപ്പോൾ 3 ബെഡ്റൂമുള്ള ഒരു വീടാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 150 മീറ്റർ മാറിയിട്ടാണ്. പൊറ്റയിൽ ജംഗ്ഷനിൽ നിന്ന് ഒരു 400 മീറ്ററും നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 9 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ദൂരപരിധി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സിറ്റിയിൽ നിന്ന് നമുക്ക് അടുത്തായിട്ട് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ അടുത്തൊക്കെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്കൂളും കോളേജും നമുക്ക് സിറ്റി ആക്സസ് ഒക്കെ പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പ് ഒരു ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്ലൈഡിങ്ങും ഫോൾഡിങ് ഗേറ്റാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് തുറന്ന് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു ഫ്രണ്ട് പോർഷനാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 കാറ്, നമുക്ക് ഇവിടെ ഒരു വലിയൊരു കാറും ഇവിടെ ഒരു ചെറിയ കാറൊക്കെ നമുക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയ കണ്ടോ ഈ ഒരു കണക്കിനാണ് നമുക്ക് ഈ സൈഡ് ഫുള്ള് വരുന്നത്. അത് ഫുൾ ഇൻ്റർലോക്ക് കണ്ടോ നമുക്ക് മൊത്തം ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫുൾ സൈഡിൽ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് പൈപ്പ് കണക്ഷനാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കാം. നമുക്കിവിടെ ഫ്രണ്ട് സിറ്റ് ഔട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കാം. നമുക്ക് 6x6 ഡയമെൻഷനിലാണ് ഈ കാണുന്ന ഫ്രണ്ട് സിറ്റ് ഔട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ 6x6 ഡയമെൻഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈഡിൽ ഫുൾ നമുക്ക് വാൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് അപ്പോൾ മെയിൻ എൻട്രൻസ് ഡോർ നമുക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് ഫുള്ള് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡോറിന് നമുക്കപ്പോൾ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയയാണ് ആദ്യം വരുന്നത്. 22x12 ഡയമെൻഷനുള്ള ഒരു വലിയ വൈഡായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. കണ്ടോ, ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലുണ്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കണ്ടോ ഒരു വലിയൊരു TV യൂണിറ്റ് നമുക്ക് ഈ ഒരു പോർഷന് കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് നമുക്ക് ഇവിടെ TV വയ്ക്കാൻ പറ്റും. അപ്പുറത്ത് ഷെൽഫായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാളിലെല്ലാം ടെക്സ്ചർ വർക്ക് മുകളിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കയറി വരുമ്പോഴുള്ള ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഇവിടെയും കണ്ടോ ഒരു ടെക്സ്ചർ വർക്ക് നന്നായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിന് കൂടുതലും നമുക്ക് വാളിൽ ധാരാളം ടെക്സ്ചർ വർക്കൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ലീവിങ് ഏരിയ വരുന്നത്. നല്ല വൈഡായിട്ടുള്ള ഒരു ലീവിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ലിവിങ് ഏരിയ കണ്ടായിരുന്നു. നമുക്ക് ഇനി അടുത്ത ഡൈനിങ് ഏരിയയാണ് നോക്കേണ്ടത്. നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. കണ്ടോ, നമുക്ക് ഈ ഒരു പോർഷനാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ 16x12 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. നമുക്കിവിടെ മുകളിൽ നമുക്ക് സീലിംഗ് വർക്കൊക്കെ ഇവിടെ നേരത്തെ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സൈഡിലായിട്ട് നമുക്കൊരു വാഷിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഒരു മിററൊക്കെ കൊടുത്ത് നല്ലൊരു ഭംഗിക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ടെയിലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മിററിൻ്റെ ബാക്കിലുണ്ട് ടെയിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വാഷിംഗ് യൂണിറ്റും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. താഴെ കബോർഡ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്കിവിടെ ഈ സ്റ്റെയർ കയറുന്നതിൻ്റെ താഴെയായിട്ടും കുറച്ച് കബോർഡ്സ് നമുക്ക് മൾട്ടിവുഡിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷന് ചെറിയൊരു ഗ്യാപ്പിൽ നമുക്കിവിടെ എന്തെങ്കിലും കീപ്പ് ചെയ്യണമെങ്കിൽ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ കിച്ചണിലെ കാഴ്ച കൂടെ കാണാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന കിച്ചൺ 10x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന കിച്ചൺ വരുന്നത്. മുകളിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് തീമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് താഴെ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് നമുക്കിവിടെ കിച്ചൺ ആയതുകൊണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന കിച്ചൺ 10x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന കിച്ചൺ വരുന്നത്. അപ്പം ഈ കാണുന്ന കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്നത് MDF ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. MDFിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ബോർഡ് വർക്കാണ് നമുക്ക് കണ്ടോ ഫുള്ള് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ കിച്ചൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ കിച്ചണിൽ നമുക്ക് ഗ്രിപ്പുള്ള ടെയിലും താഴെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിങ്ക് വരുന്നത്. നമുക്ക് വാഷ് ചെയ്യാനുള്ള സിങ്ക് ഈ ഒരു രീതിക്കാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ പവർ യൂണിറ്റ് താണ്ടി ഇവിടെ കൊടുക്കാം. പിന്നെ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെയൊക്കെ നമുക്ക് ഇവിടെയാണ് കൊടുക്കാൻ വേണ്ടി
ഇത് ഹോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ വിശേഷം വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വർക്ക് ഏരിയയും കൂടെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു വർക്ക് ഏരിയയും കൂടെ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു വർക്ക് ഏരിയയാണ്. നമുക്ക് ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ കിച്ചൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്ത് വേണ്ട ഡൈനിങ് ഏരിയയിൽ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് വരുന്നത്. ഇപ്പോൾ ഈ വീടിന് ടോട്ടൽ 3 BHK ആണ് വരുന്നത്. നമുക്ക് ഒരു ബെഡ്റൂം താഴെയും 2 ബെഡ്റൂം മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. നമുക്ക് ഈ ഒരു സൈഡിലാണ് ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത് 20x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സീലിംഗ് വർക്കെല്ലാം നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വാളിൽ കണ്ടോ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലൈൻഡ്സ് നമുക്ക് 2 നമുക്ക് വിൻഡോയിലും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. MDF ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വാർഡ്രോബും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സൈഡിലായിട്ടാണ് മിററും ഒരു സെറ്റപ്പ് അല്ലാതെ കൊടുത്തിട്ടുള്ളത്. ഈ മിററിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഓപ്പൺ ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ താഴെയും നമുക്ക് കണ്ടോ ഇതേപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷം വരുന്നത്. പിന്നെ നമുക്കിവിടെ ബാത്റൂം നമ്മൾ കയറി വരുന്ന അതിൻ്റെ ആ സൈഡിലായിട്ടാണ് നമുക്കിവിടെ ബാത്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ബാത്റൂം അത്യാവശ്യം നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഈ ഒരു കളർ തീമിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എല്ലാം നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഷവർ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലും നമുക്കിവിടെ മിററും ലൈറ്റ് ബാക്കി എല്ലാ ആവശ്യമുള്ള എല്ലാ സംഭവവും തന്നെ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ടൈലും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലും തറയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം. നമുക്ക് ലിവിങ് ഏരിയ കണ്ടായിരുന്നു, നമ്മൾ ഡൈനിങ് ഏരിയ, പിന്നെ കിച്ചണും ഒരു ബെഡ്റൂമും കണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ കയറി പോകുന്ന ഈ ഒരു സൈഡിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് മൊത്തത്തിൽ നമുക്ക് അങ്ങറ്റം വരെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കയറുന്ന ഈ സൈഡിൽ ഹാൻഡിൽസ് സ്റ്റീലും വുഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറി പോകുന്ന ഇതിൻ്റെ വാളിൽ പുതിയൊരു ഡിസൈനിലാണ് നമുക്കിവിടെ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നമുക്ക് സീലിങ്ങിലുണ്ടോ ഈ ഒരു ഡിസൈനിൽ തീമിലാണ് മുകളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ മുകളിലോട്ട് നടന്നു പോവാം. ഓക്കെ, നമ്മളപ്പോൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു വലിയ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 24x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത്. നല്ല വലിപ്പത്തിനുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നമുക്ക് കണ്ടോ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ. മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീലിംഗ് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ മുകളിൽ ലിവിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു സൈഡിലായിട്ട് നമുക്കിവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഇൻ ഔട്ട് കണക്ഷനും പവർ സപ്ലൈ എല്ലാം കൊടുക്കേണ്ടുള്ള ഒരു പോർഷൻ നമുക്കിവിടെ സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമുക്ക് ഹാൾ വരുന്നത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷനിൽ, ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ ആയിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. ഈ 2 ബെഡ്റൂമിനും നമുക്ക് കോമൺ ആയിട്ടാണ് ഒരു ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ആ സൈഡിൽ നിന്ന് നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് 2 ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാൽക്കണിയിൽ നമുക്ക് ആ ഒരു ഡോർ അടച്ചിരുന്നാൽ നമുക്ക് പ്രൈവസി കിട്ടും. നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് നേരെ ആ ഒരു ബാൽക്കണിയിൽ പോകാനും പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ആ ഒരു ബെഡ്റൂമിൻ്റെയും ബാൽക്കണിയിലോട്ട് പോകുന്ന ആ ഒരു കാഴ്ചയും കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം എൻ്റെ കാഴ്ച നോക്കാം. അപ്പോൾ 20x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ റൂമും തന്നെ നമുക്ക് നല്ല വൈബ്രൻ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, കളർ തീം എല്ലാം കൂടെ വരുമ്പോൾ നല്ല വൈബ്രൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടുത്തെ ടെക്സ്ചർ വർക്ക് ഉണ്ടോ, നല്ല ഒരു പിങ്ക് കളറിൽ നല്ലതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും നമുക്ക് അതേപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റാണ് മുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് വാർഡ്രോബ്, നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട പോലെ തന്നെ MDF ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ PVC ഡോറ് നമുക്ക് ഇട്ടിട്ടുണ്ട്.
നമ്മൾ നേരത്തെ മറ്റ് ബെഡ്റൂമിൽ കണ്ട അതേ ഒരു തീമിൽ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഫുൾ ആ ഒരു ഡിസൈനിങ്, ബാക്കിയെല്ലാം ഫിറ്റിങ്സ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ കണ്ട സെയിം ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ആയിട്ട് വരുന്ന ഒരു ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ ഒരു ബാൽക്കണിയിലോട്ട് എത്താം. ഒരു നല്ലൊരു വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ്. അപ്പോൾ ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് നമുക്ക് 14x8 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത്. കണ്ടോ, നല്ല സ്പേസ് നമുക്കിവിടെ ഉണ്ട്. സെയിം കണ്ടോ, ഇപ്പുറത്തെ ആ ഒരു റൂമിൻ്റെയും ആ ഒരു ഡോറ് തുറന്നാൽ നമുക്കിവിടെ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ ഡോർ അടച്ചാൽ നമുക്ക് പ്രൈവസി ആയിട്ട് ആ ഒരു റൂം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ബാൽക്കണി. നമുക്ക് മെയിനായിട്ട് വരുന്നത് ഈ ഒരു ബാൽക്കണി നമുക്ക് ഈ ഒരു സ്പേസിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഞാൻ അടുത്തൊരു ബെഡ്റൂം ഉണ്ടല്ലോ, നമുക്ക് അതും കൂടെ കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു റൂം 18x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ ടെസ്റ്റർ വർക്ക് നമുക്ക് ഈ ഒരു വാളിലും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് ഈ ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നടുക്കാണ് മിറർ കൊടുത്ത് ഈ ഒരു രീതിക്കാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. പിന്നെ മുകളിൽ നമുക്ക് സീലിംഗ് വർക്കെല്ലാം നമ്മൾ നേരത്തെ കണ്ട അതേ ടൈപ്പിലൊക്കെ തന്നെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 18x12 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എൻട്രൻസ് കയറി വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നമുക്ക് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ നമുക്ക് ഇതാണ് PVC ഡോർ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ ടൈപ്പ് ഫിറ്റിങ്സും ബാക്കി കാര്യങ്ങളും തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഷവർ, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു തീമിൽ നമുക്കിവിടെ മിറർ, ബാക്കി എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാൽക്കണി ഉണ്ട്. ഇവിടെയും നമുക്ക് ഈ ഒരു ഡോറ് തുറന്നിട്ടാണ് നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങേണ്ടത്. കണ്ടോ, അപ്പുറത്തെ റൂമിൽ നിന്നുള്ള ഡോറ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത് ക്ലോസ് ചെയ്താൽ നമുക്ക് ഇത് പ്രൈവസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതാണ് നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന നമുക്ക് ബാൽക്കണി. അപ്പോൾ ബാൽക്കണിയുടെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 75 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് അപ്പം ഈ വീട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാനും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ലോണിനാണ് നിങ്ങൾ വീട് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾക്കിപ്പം കുറഞ്ഞ ബഡ്ജറ്റാണ് നിങ്ങൾ വീട് നോക്കുന്നത്, അതല്ല നിങ്ങൾ കുറച്ചും കൂടെ കൂടിയ ബഡ്ജറ്റിലുള്ള വീടാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും വീട് നിങ്ങൾക്ക് വച്ചതായിട്ട് വിൽക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ നിങ്ങളുടെ വീഡിയോ ഇതുപോലെ നമ്മുടെ വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുടെ കാഴ്ചയായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്ദി.